പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. അതൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം, ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. ഗിൽഗാൽ എന്ന പേരിന്റെ അർത്ഥം ഉരുളൻ കല്ല് എന്നാണ്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നിന്നെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം കേട്ട സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നാം ചിന്തിച്ചാൽ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം, നമ്മുടെ നടപ്പും കിടപ്പും അവൻ അറിയുന്നു. നാം എവിടെയായിരുന്നാലും നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. Nothing we can hide from him. He knows us. അപ്പം ഇങ്ങനെയുള്ള ദൈവം, ആ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദൈവമക്കൾ നിന്ദയിൽ അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. പഴയ നിയമത്തിലാണല്ലോ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരുടെ നിന്ന അവൻ ഉരുട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഈ ഉരുട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് കയറ്റിയ കല്ല്. പണ്ട് നാരായണത്തുരാന്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കല്ല് ഉരുട്ടി മലയുടെ മേളിൽ കൊണ്ടുവന്നിട്ട് ആ കല്ല് താഴോട്ട് ഉരുട്ടി വിടുക എന്നുള്ളതാണ്. അതുപോലെയാണ് നിന്ന, റിപ്രോച്ച്, അവന് എടുത്തു കളയുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് നിന്ന ഉരുട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്തിനാ ദൈവം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നീ നിന്ദിക്കപ്പെട്ട് ഇരിക്കുന്നത് കാണുവാൻ ആഗ്രഹമില്ല. ഹല്ലേലൂയ. നിന്റെ അകവും പുറവും അറിയുന്ന ദൈവമാണ്. നിന്റെ കുറവുകളെ ദൈവം അറിയുന്ന ദൈവമാണ്. നിന്റെ ബലഹീനതകളെ ദൈവം അറിയുന്ന ദൈവമാണ്. നിന്റെ രഹസ്യ പാപങ്ങളെ അവൻ അറിയാം. അവന്റെ മുമ്പിൽ ഒന്നും അവന് മറവായിരിക്കുന്നില്ല. എങ്കിലും അത് എക്സ്പോസ് ചെയ്ത് നിന്നെ നിന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പഴയ നിയമത്തില് ഗിൽഗാലിനെ കുറിച്ച് ഹീബ്രു ബൈബിളില് 39 പ്രാവശ്യം ഈ ഗിൽഗാലിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ജോർദാൻ കഴിഞ്ഞതിന് ശേഷം, യോർദാൻ കടന്നതിന് ശേഷമുള്ള ഒരു സ്ഥലമാണ് ഹല്ലേലൂയ, ഗിൽഗാൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ദൂതെന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ നിന്നയെ മാറ്റുവാനായിട്ട് താല്പര്യമുണ്ട്. ദൈവകരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ നിന്നയെ മാറ്റും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് വളരെ ഫേമസ് ആയിട്ട് എല്ലാം ഏറ്റവും നല്ല ഒരു ഷോർട്ട് സ്റ്റോറി, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഷോർട്ട് സ്റ്റോറി അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മുടിയനായ പുത്രന്റെ കഥ. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുടിയനായ പുത്രന്റെ കഥ, പ്രോഡിഗൽ സൺ. ആ ഭാഗത്തിൽ എന്നെ ഏറ്റവും ടച്ച് ചെയ്തൊരു ഭാഗം, ഈ ഭാഗം ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. Praise the Lord. But the father said to the slaves, quickly bring out the best robe and put it on him, and put a ring on his hand and saddle on his feet. അവിടെ പറഞ്ഞൊരു പദമുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എഴുതി ചേർത്ത ഒരു പദമുണ്ട്, വേഗം. മേൽത്തരമായ ഒരങ്കി കൊണ്ടുവന്ന് അവനെ അണിയിപ്പിക്കും. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിയാൽ, നല്ല ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു പൈതൽ. 2 പുത്രന്മാരെ കുറിച്ച് അവിടുന്ന് പറയുന്നു. ഒരു വളരെ ധനവാനായ സ്നേഹനിധിയായ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതില് ഒരുവൻ, ഇളയവൻ, അവനിങ്ങനെ ഇരുന്നപ്പോൾ അവന്റെ ഒരു കൂട്ടുകാരൻ അവനെ ഒരു പാർട്ടിക്ക് വിളിച്ചു. അവൻ പാർട്ടിക്ക് പോയി. അതിനുശേഷം കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം പിന്നെ അവന്റെ സുഹൃത്ത് ബന്ധങ്ങൾ വലുതായി. ലോകത്തിൻ്റെതായ ആ പോക്കിലേക്ക് ഇവൻ പതുക്കെ സ്ലിപ്പായിട്ട് വീഴുവാനായിട്ട് ഇടയായി.
അങ്ങനെ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ഇവനിങ്ങനെ തിരക്കിട്ട് ഓടുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതൊന്നും ഇവൻ അറിയുന്നില്ല. അപ്പന്റെ സ്നേഹം അനുഭവിക്കുന്നത് അവന്റെ ജീവിതത്തിൽ കുറഞ്ഞു. അവന്റെ ജീവിതത്തിൽ ആദ്യം വെച്ചൊരു കുഴപ്പം, അപ്പന്റെ സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരു ലോകമുണ്ടെന്ന് ആദ്യം അവന് ഒരു തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. പലർക്കും ഇന്നുണ്ടാകുന്ന ഒരു വിഷയമാണ്, നാം ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞും ദൈവത്തിന്റെ കരുതൽ അറിഞ്ഞും ദൈവിക വിടുതൽ അറിഞ്ഞ് നാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, കാര്യങ്ങളൊക്കെ നന്നായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ അനേക സ്നേഹിതന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവർ നല്ല വാക്കുകൾ പറയും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ജോലിയും നല്ല സാമ്പത്തികവും നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ ഇവർ പറയുന്ന നിങ്ങളെ പുകഴ്ത്തി പറയുന്ന അനേകർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. ഈ വാക്കൊക്കെ കേട്ട് ഈ പുത്രൻ വിചാരിച്ചു, ഈ അപ്പനേക്കാൾ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത് അവരുടെ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഒക്കെ ഇഷ്ടം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ തെറ്റായ ഒരു ധാരണയില് ഇവർ വളർന്നു വരിക. വളർന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഇവൻ അപ്പനുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കട്ടിക്കാനായിട്ട്. ഇന്ന് ഒരാത്മിക ലോകത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിൻ്റെതായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലോകത്തിൻ്റെതായ ഇമ്പങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരാധനയില്ല, പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ നിന്നെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണ്. ഹല്ലേലൂയ. അവനിങ്ങനെ ഇവരിൽ നിന്ന് അകന്നു, അപ്പനിൽ നകന്നു, കൂട്ടുകാരോട് അടുത്തു. ഈ കുഞ്ഞുങ്ങളുടെ ഈ ബന്ധത്തിൽ ഇവർ വളർന്നു വന്നപ്പോൾ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് മാറി അപ്പനോട് ഒരു ദിവസം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ സമ്പത്ത് ഇങ്ങ് തന്നേരെ, എൻ്റെ ഓഹരി ഇങ്ങ് തന്നേരെ, ഞാൻ പോവാ. എവിടെ പോകുന്നത്? ദൂരസ്ഥലത്ത് പോവുക. ഈ പിന്മാറ്റക്കാരന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് ഈ ദൈവസഭയെ കയറത്തില്ല. അവനങ്ങ് ദൂരത്ത് പോകണം. അവന് സഹോദരങ്ങളെ കാണുന്ന ഇഷ്ടമല്ല, അവന് വിശ്വാസികളെ കാണുന്ന ഇഷ്ടമല്ല, അവന് പാസ്റ്ററിനെ കാണുന്നത് ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ദൂരത്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. ആദ്യം തൊട്ടേ നിങ്ങൾ ദൈവവചനം വ്യക്തമായി പഠിച്ചാൽ പിശാച് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക ചെയ്തത്. ഇന്നും അത് തന്നെയാണ് കാണുന്നത്. ദൈവത്തിൽ നിന്ന്, ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വ്യക്തികളെ അകറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇന്ന് പിശാച് ചെയ്യുന്നത്. നിങ്ങളുടെ നന്മയിലോ ജോലിയിലോ നിങ്ങളുടെ പരീക്ഷയിലോ ലൈസൻസിലോ ഒന്നും പിശാചിന് പോരാട്ടമില്ല. നിങ്ങളെ വേണമെങ്കിൽ പിശാച് അനുഗ്രഹിക്കും, നല്ല ജോലി തരും, ഓവർ ടൈം വാരികൊലി തരും, ചർച്ച പാരുന്ന ഹല്ലേലൂയ, ഡബിളും ത്രിബിളും ഒക്കെ ആക്കി തരും. നിങ്ങൾ ചർച്ച പാരുന്ന നിങ്ങൾ വിചാരിക്കരുത് പിശാച് നമ്മളെ അങ്ങ് നശിപ്പിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാണ്. അല്ല, പിശാചിന്റെ ആകെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ പിതാവിൽ നിന്ന് മാറ്റണം. അതുവരെ വളരെ ചക്കര വർത്താനം പറയും, വളരെ നിങ്ങളെ പൊക്കി പറയും, എല്ലാ കാര്യങ്ങളും പറയും, നിങ്ങളെ പോലെ കഴിവുള്ള ആരുമില്ലെന്നൊക്കെ പറഞ്ഞോളെ. ഇതൊന്നും കേട്ട് നിങ്ങൾ വീഴരുത്. അപ്പോൾ അങ്ങനെ ഈ മകനെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റി. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റി കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി, ഇനിയും ഇവനെ വേണ്ടുവോളം അങ്ങ് നശിപ്പിക്കാം. അവന്റെ ലൈഫ് മുഴുവനും ഒരു ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവന് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. കാര്യം അവന്റെ അകത്ത ഈഗോ അവനെ അതിന് സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പപ്പ ഒരാളുടെ കാര്യം പറയുന്നതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ചർച്ചിൽ പോകാനായിട്ട് എനിക്ക് ചർച്ചിൽ വരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ചർച്ചിൽ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞാൻ ചർച്ച വരുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞു, അല്ലേ ചർച്ചയ്ക്ക് വന്നാൽ പോരെ? അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും, ഈ 6 മാസം എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇപ്പം ചർച്ച വരുന്നില്ല, ആൾക്കാരെ പേടിച്ചിട്ട് വരുന്നില്ല. അതെ, നിങ്ങൾ ആ ബാക്കി വന്നിരുന്നു,
അപ്പോൾ പപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യും, തുടങ്ങി കഴിഞ്ഞിട്ട് വന്നാൽ മതി, തീരുന്നതിനെ കൊണ്ട് പൊയ്ക്കോ, അത് ആരും ചോദിക്കത്തില്ലല്ലോ. എന്നാലും നിങ്ങൾ പിതാവിനോട് അടുത്ത് വരണം, അവിടെയാണ് വിടുതൽ. ഹല്ലേലൂയ. അകന്നു പോകുമ്പോഴൊക്കെ ഡേഞ്ചർ സോണിലാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഡേഞ്ചർ സോണിലേക്ക് കടന്നുപോയ ഈ പൈതല് അവന്റെ ജീവിതത്തിൽ പിന്നെ പന്നികളുമായിട്ട് അടിവെക്കേണ്ട വന്നു. ആ സാഹചര്യമൊക്കെ ഒന്ന് വിവരിച്ചു പറഞ്ഞാൽ നമ്മുടെ ലൈഫിലും പലപ്പോഴും നമുക്ക് എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മളെ മടക്കിക്കൊണ്ടുവരണം. അവസാനം എനിക്ക് ആ ഭാഗം മനസ്സിലാക്കിയപ്പോൾ വളരെ രസകരമായി തോന്നിയത്, ഇവനിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് എത്രയോ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. താൻ ആഹാരത്തിന് വേണ്ടിയിട്ട് പന്നിയോട് കൂടെ അടി കൊണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു പന്നിയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടി കാണും. അപ്പോഴവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവന് സുബോധം വന്നു. ചിലർക്ക് പന്നികളുടെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിലേ സുബോധം വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തില് എന്നാലെങ്കിലും സുബോധം വന്നാൽ നാം രക്ഷപ്പെടും. ഇനിയും അവന് സുബോധം വന്നില്ലായിരുന്നു, ഞാൻ ഇവിടെ കിടന്ന് തീരത്തെ ഉള്ളായിരുന്നു. പക്ഷെ അന്ന് ഈ വ്യക്തിക്ക് സുബോധം വന്നു, താന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി. അങ്ങനെ മടങ്ങി വന്ന വ്യക്തി അവന്റെ ശരീരം നോക്കി കഴിഞ്ഞാൽ പന്നികളുടെ കൂടെ കിടന്ന, പന്നിയുടെ അടുത്ത് കാഴ്ചബംഗ്ലാവിൽ പോലും പോയി കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്മെല്ല. ഈ പന്നികളുടെ അടുത്ത് കിടന്ന് ഇടികൂടിയ ഇവൻ വന്ന് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കണം ആദ്യം പറയേണ്ട കാര്യം? എന്തായിരിക്കും ആദ്യം പറയേണ്ടത്? ഇവിടെ ഈ വ്യക്തിയോട് പറയേണ്ട ഒരു കാര്യം, എടാ പോയി കുളിച്ചിട്ട് വരാനാണ്, അല്ലെ ഇവനെ കുളിപ്പിക്കാനാണ്. പക്ഷെ പിതാവ് ഇവിടെ പറഞ്ഞതിന്റെ ഒരു കാര്യം, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ അണിയിപ്പി. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം, ഒരു നിമിഷം പോലും അവൻ ആ സാഹചര്യത്തിൽ കിടക്കുന്നത് കാണുവാനായിട്ട് ആ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അവിടെ അങ്കിയല്ല പ്രധാനം. ദൈവത്തിന് ഒരു നിമിഷം പോലും നീ ഹല്ലേലൂയ ആ ഒരു അനുഭവത്തിൽ കിടക്കുന്നത് ദൈവത്തിന് താല്പര്യമില്ല. ഒരു നിമിഷം പോലും നീ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് ഹല്ലേലൂയ അങ്ങനെ കിടക്കുവാൻ എന്റെ ദൈവത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ പറയുന്നത്, വേഗം അങ്കി കൊണ്ടുവന്ന് അവനെ ഉടുപ്പിപ്പി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. അത് രുചിച്ചറിഞ്ഞിട്ടുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വ്യക്തിപരമായി അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പരാജയങ്ങൾ. അപ്പോഴൊക്കെ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മളെ ഈ മേൽത്തരമായ അങ്കി കൊണ്ട് അവൻ നമ്മളെ അണിയിച്ചത്. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ നഗ്നത മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പിതാവിന് നിന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടായത് കൊണ്ട്, നിന്റെ നിന്ന നീക്കണമെന്ന് പിതാവിന് താല്പര്യമുണ്ടായത് കൊണ്ടാണ് ഈ മേൽത്തരമായ അങ്കി കൊണ്ട് നിന്നെ അണിയിച്ചത്. ഹല്ലേലൂയ. ആ മർമ്മം ഒന്ന് മനസ്സിലാക്കിയാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആരും പറയാതെ നാം ആരാധിക്കും. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ആരാധനയുടെ ശബ്ദമൊന്നും നമ്മുടെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ള ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പോലെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. ആരും അതിന് നിങ്ങളെ വിധിക്കുവാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഹൃദയം നിങ്ങളുടെ അകത്ത് വരട്ടെ. നിങ്ങളുടെ മിടുക്കല്ല, കഴിവല്ല, നിങ്ങളുടെ വിശുദ്ധി അല്ല. ഹല്ലേലൂയ, ദൈവം ആ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് നിന്നെ അണിയിക്കുവാൻ ആ പിതാവ് കാണിച്ച ഒരു ദയവ്, ആ പിതാവ് കാണിച്ച ഒരു സ്നേഹം. ഹല്ലേലൂയ. അതിനുശേഷമാണ് അവനെ കഴുകിയതും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മളോട് ഡീൽ ചെയ്യുന്നത്. ആദ്യം നിന്റെ നിന്നെ അവൻ മാറ്റും, ആദ്യം നിന്റെ സാഹചര്യത്തിനെ അവൻ മാറ്റും. പക്ഷെ പലപ്പോഴും വിചാരിക്കരുത്, സാഹചര്യം മാറുമ്പോൾ ഞാൻ നിന്ന മാറ്റിക്കഴിയുമ്പോൾ ഒരു കുളി ആവശ്യമില്ലെന്ന് ചിന്തിക്കരുത്. കുളിക്കണം. ഹല്ലേലൂയ. അതിനുശേഷം നിന്നെ അവൻ കഴുകും, അവൻ ശുദ്ധീകരിക്കും. കാര്യം ശുദ്ധീകരണം ഇതിന്റെ ഒരു പാത്ര. ശുദ്ധീകരണം കാണാതെ ആർക്കും ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ആദ്യം ദൈവം ചെയ്യുന്നത് നിന്റെ വിഷയത്തിന്റെ മേലെ ദൈവം ഹല്ലേലൂയ ഒരു പ്രവൃത്തി അയക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഈ
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, അതിന്റെ 18-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വേഗത്തിൽ നാം പോകട്ടെ. ഇവിടെ ഒരു മനുഷ്യനെ ശങ്കയില്ലാത്ത, ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപതിയുടെ അടുക്കൽ ഒരു വിധവ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണല്ലോ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് ഉള്ളതിൻ്റെ ഒരു ഉപമ പറഞ്ഞതാണ് നമ്മളിവിടെ കാണുന്ന ഭാഗം. അതെല്ലാം എടുത്ത് വിവരിക്കുവാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വാക്യം ഇതാണ്: വേഗത്തിൽ വിടുവിക്കും. ഹല്ലേലൂയ. He will bring about justice for them quickly. അപ്പോൾ ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്താണ് ഈ വിധവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വേറെ ആശ്രയിക്കാൻ വേറെ ആരുമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. എന്താ ഈ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊരു ഉപമ പറഞ്ഞപ്പോൾ അവിടെ ഇവളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളരുതാത്ത ഒരു മനുഷ്യനാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യനെ ശങ്കയില്ല, ദൈവത്തെ ഭയമില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ വിധവയുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി അവൾക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു എന്നാ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ദൈവമല്ലാതെ അല്ലെങ്കിൽ ഈ മനുഷ്യനല്ലാതെ അവൾക്ക് വേറൊരാശ്രയമില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടി കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവേ, നീ അല്ലാതെ എനിക്കൊരാശ്രയമില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നാം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാനായിട്ടിടയാകും. കാര്യം നമ്മുടെ പ്രത്യേകത, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്ന ദൈവമാണ്, വേഗത്തിൽ വിടുതലിനെ അയക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം, നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ, കർത്താവേ നിന്നിലൂടെ മാത്രമേ ഒരു വിടുതൽ നടക്കൂ എന്നുള്ള ഒരു താല്പര്യത്തോടെ, എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ നീ ദൈവസന്നിധിയോട് അടുത്ത് വരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും. നമ്മുടെ ഓരോ കൂടിവരവരും വിടുതലുകൾ നടക്കുവാനായിട്ട് ഇടയാകും. കർത്താവേ, നീയാണ് എന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം. എൻ്റെ ജീവിതത്തിൽ ഇന്ന വിഷയങ്ങളുണ്ട്, അതൊക്കെ ദൈവസന്നിധിയിൽ നിനക്ക് പറയാം. ഇന്ന പ്രോബ്ലംസ് എൻ്റെ ജീവിതത്തിലുണ്ട്, അതൊക്കെ ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ മുമ്പാകെ നിനക്ക് ഷെയർ ചെയ്യുവാനായിട്ട് കഴിയും. നിന്നിലൂടെ എനിക്കൊരു വിടുതൽ നടക്കത്തുള്ളൂ, വേറെ ആർക്കും എന്നെ വിടുവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഹല്ലേലൂയ. ദൈവവേദന നിന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലോ, പലരുടെ ജീവിതത്തിലും ഈസിയായിട്ട് നടക്കുന്ന പലതും നിന്റെ ജീവിതത്തിൽ ടഫ് ആകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിനക്കൊരു തിരിച്ചറിവ് തരാൻ വേണ്ടിയിട്ടാ. കാര്യം എന്താ തിരിച്ചറിവ് എന്ന് വെച്ചാൽ, ദൈവത്തിനോടല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പലരുടെ ജീവിതത്തിൽ ഈസിയായിട്ട് നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ടഫായിരുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ പലരുടെ ജീവിതത്തിൽ ടഫായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈസിയായിട്ട് ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ദൈവവേദന നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ ദൈവത്തിനെ അതുപോലെ ആശ്രയിക്കുന്നവനായി തീരട്ടെ. അതുകൊണ്ടാണ് ഇവിടെ വിധവ എന്ന് പറഞ്ഞത്. കാര്യം അവൾക്ക് ലോകത്തിൽ വേറെ ആശ്രയം ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ചെറിയ കൂട്ടമാണെങ്കിലും ഇതിനകത്തൂടെ ദൈവത്തിന് അത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഓരോരുത്തരും ജീവിതത്തിൽ ദൈവം ചെയ്യുന്നുണ്ടല്ലോ, ഓരോരുത്തരും കുടുംബത്തിൽ ദൈവം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ വലിയ ഈ കാലങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദൈവസഭയായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനോഭാവം അതായി തീരട്ടെ. കർത്താവേ, നീ പ്രവർത്തിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, നീ പ്രവർത്തിച്ചിട്ടല്ലാതെ ഇവിടെ ഒരു കാര്യവും ചലിക്കത്തില്ല എന്നുള്ളൊരു ആശ്രയബോധത്തോടുകൂടെ ദൈവവേദനയെ നാം ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. കാര്യം നമ്മുടെ കർത്താവിന്റെ റിസോഴ്സസിന് ലിമിറ്റഡ് അല്ല. മാനുഷികമായ റിസോഴ്സസുകളൊക്കെ ലിമിറ്റഡ് ആണ്. മാനുഷികമായ കഴിവുകൾക്കൊക്കെ പരിധികളുണ്ട്. ആരൊക്കെ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അതിനൊക്കെ പരിധികളുള്ളപ്പോൾ, പരിധികളില്ലാതെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനിലാണ് നാം ആശ്രയിക്കുന്നത്.
ആ ദൈവത്തിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്താൽ ദൈവത്തിന്റെ ആ ബലം നാം അനുഭവിക്കുവാനായിട്ട് ഇടയാകും. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പിൻ. ഹല്ലേലൂയ. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറ്റൊരു ഭാഗം നമുക്കറിയാം. ആദ്യം ആദാമും ഹവ്വയും അവര് പാപം ചെയ്തു. അവര് നഗ്നരെന്ന് അവർക്ക് ബോധ്യമായി. അവരുടെ കണ്ണ് തുറന്നു. അവരുടെ നഗ്നത അവർ കണ്ടു. പിന്നെ അവരെന്ത് ചെയ്തു? അവര് ഈ ഫിഗ് ട്രീയുടെ ഇല കൊണ്ട് അവരൊരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി, ഒരു ഫ്രോക്കൊക്കെ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു പാപമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നഗ്നതയൊക്കെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരുടെ ചുറ്റും നോക്കിയപ്പോൾ വലിയ ഇലയുള്ളത് അത്തിക്കാണ്. എന്നാൽ പിന്നെ അത്തി കൊണ്ട് തന്നെ ഒരു തുണിയൊക്കെ ഉണ്ടാക്കി. അതാകുമ്പോൾ കുറച്ച് തയ്ച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും അത്തി കൊണ്ട് തന്നെ ഒരു തുണിയൊക്കെ ഉണ്ടാക്കി. എന്നാൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അത്തി കൊണ്ട് തുണിയൊക്കെ ഉണ്ടാക്കി വെയിലൊക്കെ വന്നായിരുന്നുള്ള അവസ്ഥ, ഈ ഇലയൊക്കെ കരിഞ്ഞു പോകും. എന്നെ ഇവിടെ മനസ്സിലാക്കിപ്പിച്ച ഒരു കാര്യം, മാനുഷികമായ സൊല്യൂഷൻസ് ഒക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നതൊക്കെ വെച്ച് നമ്മൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും വെച്ചിട്ട് നമ്മളൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ടൈം ബീയിങ് കഴിയുമ്പോൾ നിലനിൽക്കത്തില്ല. ഇല ഒരു ദിവസം കഴിയുമ്പോൾ വാടും, നഗ്നത വീണ്ടും വെളിയിൽ വരും. എന്നാൽ ഇവിടെ ദൈവം ഉടുപ്പിച്ചപ്പോൾ അവൻ തോൽ കൊണ്ട് തുണിയുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ നഗ്നരായി പോകാതെ നിന്റെ നഗ്നതയെ മറച്ചത് കാൽവറി ക്രൂശിലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി ഒരുവൻ യാഗമായി ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് സഹോദര സഹോദരി ഈ പറയുന്ന മാന്യത നമുക്കുള്ളത്, ഈ പറയുന്ന ഹല്ലേലൂയ കവറിങ് നമുക്കുള്ളത്. ഇന്നും ഇതുപോലെ ധൈര്യത്തോടുകൂടെ നിന്ന് ഇവിടെ പ്രസംഗിക്കുവാൻ കഴിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവം നമ്മുടെ നഗ്നതയെ ഉദിപ്പിച്ചത് കൊണ്ടാണ്, അവന്റെ രക്തത്താൽ നമ്മളെ കഴുകിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് അതേ ദൈവം നാം നഗ്നരായി, നാം ലജ്ജിതരായി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മുടെ നഗ്നത മാറ്റുന്ന ദൈവം. ഇസ്രായേലിനോട് പറയാണ്, നിന്റെ നിന്നെ അവൻ ഊരിട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ കുറിച്ച് അറിയുന്ന, കർത്താവ് നമ്മളെ കുറിച്ച് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ നിന്നയെ നീക്കിക്കളയുന്ന ഒരു ദൈവം. അവസാനമായിട്ട് സക്കറിയാവിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇവിടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ അകൃത്യത്തെ പോക്കി ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ യോശുവ ലീഡറായിരുന്നു, മഹാപുരോഹിതനായിരുന്നു. എങ്കിലും യോശുവ അവിടെ ദൈവസന്നിധി ചെന്നപ്പോൾ പിശാച് അവനോട് പറയുകയാണ്, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, ഇവന്റെ വസ്ത്രത്തിനകത്ത് കറയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഒറ്റ നീതി പ്രവർത്തികളും നമ്മുടെ വസ്ത്രത്തെ വെളുപ്പാക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോഴവിടെ ദൈവത്തിന്റെ ആത്മാവ് ആ ദൂതൻ പിശാചിനെ ശാസിച്ചിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ മുഷിഞ്ഞ വസ്ത്രം നീക്കി ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് പറയട്ടെ, ദൈവം എനിക്ക് തന്ന ഒരു ദൂതാണ്. ഉത്സവ വസ്ത്രമാണ് ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. വീഴ്ചകൾ വന്നിട്ടുണ്ടായിരിക്കാം, കുറവുകൾ വന്നിട്ടുണ്ടായിരിക്കാം, അതൊന്നും പിശാചിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആദിയില് പാപമുണ്ടായത് ഈ സർപ്പ കാരണമാണ്, പിശാച് കാരണമാണ്. പക്ഷെ ഇവര് നഗ്നരായി കഴിഞ്ഞപ്പോൾ പിശാച് ഓടിപ്പോയി. ഈ ലോകമൊക്കെ എങ്ങനെയാ, നമ്മളെ കൊണ്ടുവന്ന് വലച്ചിട്ട് ഇവരൊക്കെ ഓടിപ്പോകും. പക്ഷെ അവിടെയും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയിട്ടുണ്ട്.
ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാന്യതയുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഈ ജയമുള്ളത്, അതുകൊണ്ടാണ് ഓരോ ദിവസവും ജയോത്സവമായി അവൻ നിങ്ങളെ നടത്തുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനിയും ഈ ലോകത്തിന്റെ മോഹത്തിൽ അകപ്പെട്ടു പോയി, ഹല്ലേലൂയ, അവന്റെ ചതിയിൽ അകപ്പെടാതെ ഈ കർത്താവിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ. ദൈവം നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാനായിട്ട് ഇടയാകും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.